ഈ ലോകവും ഇതിലെ മനുഷ്യരും നിങ്ങളെയും എന്നെയും പോലെ വളരെ തിരക്കിലായിരുന്നു. ഈ തേനീച്ചക്കൂടിന് ചുറ്റുമുള്ള തേനീച്ചകളെ പോലെ എന്നും ഒരു പരക്കം പാച്ചിലായിരുന്നു. ആർക്കൊന്നിനും സമയമുണ്ടായിരുന്നില്ല. നമുക്ക് സന്തോഷം, ദുഃഖം, സംതൃപ്തി, കോപം, അസൂയ എന്നിവ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന തിരക്കിലായിരുന്നു. ആ പരക്കം പാച്ചിൽ നടന്നുകൊണ്ടേയിരുന്നു, എന്നും എപ്പോഴും. എന്താ കാരണം? നമുക്ക് വേറൊരു വഴിയും അറിയില്ലായിരുന്നു. അത് തന്നെ, ശ്വാസം വിടാൻ പോലും സമയമുണ്ടായിരുന്നില്ല. പിന്നെയല്ലേ ചിന്തിക്കാൻ. നമ്മൾ കറങ്ങുന്നോണ്ടാണ് ഈ ഭൂമി പോലും കറങ്ങുന്നേ എന്നുള്ള ചിന്തയിലായിരുന്നു നമ്മളിൽ പലരും. ഒന്ന് ആലോചിച്ചാൽ നമ്മളൊരു നെവർ എൻഡിങ് ലൂപ്പിൽ അകപ്പെട്ട പോലെയായിരുന്നു. ഒരു ദിവസം ഈ പ്രപഞ്ചത്തിന് തന്നെ നമ്മളോടൊരു മടുപ്പും ദേഷ്യം തോന്നിക്കാണണം. ഓൾമോസ്റ്റ് ഒരു രാത്രി കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ തല കീഴായി മാറിയ മട്ടായിരുന്നു. നമ്മൾ ഒരു ലൂപ്പിൽ നിന്നെടുത്ത് മറ്റൊരു വലിയ ലൂപ്പിലേക്ക് വലിച്ചെറിഞ്ഞ മാറ്റം. നമ്മുടെ മനസ്സും ക്ഷമയും കൊണ്ട് കളിച്ചൊരു മാറ്റം. നമ്മുടെ വിശ്വാസത്തെയും സങ്കടത്തെയും സന്തോഷത്തെയും പരീക്ഷിച്ച മാറ്റം. നഗരങ്ങളെ വിറപ്പിച്ച് രാജ്യങ്ങളെ മുട്ടുകുത്തിപ്പിച്ച മാറ്റം. നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചൊരു മാറ്റം. ആ മാറ്റം നമ്മൾ എല്ലാരെയും കൊണ്ട് ഒറ്റ ചോദ്യം വീണ്ടും വീണ്ടും ചോദിപ്പിച്ചു. ഞാനിപ്പോ എന്താ ചെയ്യാ? ഹായ്. Hi baby, what you doing? ഞാനിവിടെ പാസ്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. Pastayo? Yum, for who? For my girlfriend who's coming. വരുന്നോ? I'll be there in an hour. Okay alle. Cab book chedu. Sure. Okay. Should I get something in come? Maybe something sweet? എന്റെ ചക്കരെ സ്വീറ്റ് ഒന്നും വേണ്ട. നീ ഇല്ലേ? Oh my god, can you not? Oh, my cab is here. I'll see you soon. Gotta go. Bye. Okay, bye. സാറാ, സാറാ, മാറങ്ങോട്ട്. അല്ല ചേച്ചി ഇവിടെ എന്താ ചെയ്യുന്നത്? ഓ, ഇത് നമ്മുടെ ശ്യാമള ആൻഡ് വിനോദ് മേനോന്റെ വീട് തന്നെയല്ലേ? E204. ഇനി എനിക്ക് വീട് മാറിപ്പോയൊന്നുമില്ലല്ലോ അല്ലേ? അതെ, ഇതെന്റെ വീടും കൂടിയാ. എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ വരും, പോവും. അല്ല ചേച്ചി 2 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ തിരിച്ചു വരുന്നത് പറഞ്ഞത്? ആ അതെ, പക്ഷെ വർക്കൊന്നും ഇല്ലായിരുന്നടാ. അപ്പൊ ഞാൻ കരുതിയൊരു ബ്രേക്ക് എടുക്കാന്ന്. പക്ഷെ 24 ഞാൻ പോകട്ടോ ബാംഗ്ലൂർക്ക്, ലൈലിനും കെട്ടിയനും കാണാൻ. നീ അറിഞ്ഞായിരുന്നോ നമ്മുടെ ലൈല ഓൾറെഡി ബ്രേക്ക്? പോയി കുളിക്കാൻ നോക്ക്. ഞാൻ വേണമെങ്കിൽ വല്ലത് കഴിക്കാൻ എടുക്കട്ടെ. പാസ്റ്റാണോ? എടാ കള്ള. അടിപൊളി. ഞാൻ പോയിട്ട് വേഗം ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, പെട്ടെന്ന് വരാം. Hello? Hi. Hello, sir. Entarai. Divya Chichi just came home. What? Out of the blue? Yeah, no, there was a lull at work, so she decided to take a break. But she'll be leaving on the 24th to meet Leila and her new Kettion. You know, she's already pregnant. Arjun! I'm so sorry, Sarah. So sorry, please. 24th, just you and me. And let's
what a movie you want to watch. And there's vanilla and chocolate cake. And beer. Sarah. Sorry. 24th. Just you and me. Whatever. Anna, you'll be waiting for you. Arjun, I'll call you back. Shut up. Indian nationals in that have also been tested positive so far. And the latest ഇത്രയ്ക്കും മോശമാണ് നിന്റെ സിറ്റുവേഷൻ. നിന്റെ പി ജിന്റെ അടുത്ത് തന്നെയല്ലേ? ആ 3 streets എവയാണ്. ആ റോഡ് ഫുൾ ബ്ലോക്ക്ഡ് ആണ്. പക്ഷെ ഒരിക്കലും ഞാൻ ഒരു കുറ്റം പറയത്തില്ല. എടാ ഗവൺമെന്റ് പറയുന്നത് അവിടെ ഉള്ള ആളുകൾ അവിടെ ബിലോങ്ങേ ചെയ്യുന്നില്ലെന്നാണ്. ഒരു ദിവസം നിന്റെ ഈ സ്വന്തം രാജ്യം നിന്റേതല്ല എന്ന് പറഞ്ഞാൽ നീ വെറുതെ ഇരിക്കോ? ഇല്ല. അപ്പൊ പിന്നെ നീ അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ കുടുംബം, അവരുടെ കുട്ടികള്, അവരുടെ ഫാമിലീസ്, സ്കൂള്. ഇനി അടുത്തെന്താണാവോ? ആസാൻ ലൗഡ് സ്പീക്കേഴ്സിൽ പ്ലേ ചെയ്യാൻ പാടില്ലെന്നായിരിക്കും. പക്ഷെ അതിന്റെ അടുത്ത് എന്താ? അമ്പലങ്ങളും മ്യൂസിക്കും ലൗഡ് സ്പീക്കേഴ്സിലല്ലേ പ്ലേ ചെയ്യുന്നത്? എക്സാക്ട്ലി. ഡൽഹി ചേച്ചിനെ ശരിക്കും മെന്റലാക്കിയിട്ടുണ്ട്. എന്നെ മെന്റൽ എന്ന് പറഞ്ഞോണ്ടല്ലോ. ഓ, മനുഷ്യനൊരു പ്ലാൻ ചെയ്യുമ്പോ കെട്ടിയെടുത്തോന്നുള്ള കോളാക്കാനായിട്ട്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, റിമോട്ട് തരൂല. team camp in Delhi to the Medanta Hospital in Gurugram. ന്യൂസ് കാണും, കുറച്ച് ലോകവരുണ്ടാക്കുക. ഈ ക്രാന്തികാരി ന്യൂസ് ഒക്കെ മതിയാക്ക്. ജെ ന്യൂസ് മേഡ് യു ലേഡി ഭഗത് സിംഗ്. നമുക്ക് കുക്ക് വിത്ത് കോമാളി കാണാം. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ലേഡി ഭഗത് സിംഗ് അല്ലേ? നിനക്ക് ഒരു ലേഡി ഫ്രീഡം ഫൈറ്റേഴ്സിനെ അറിയത്തില്ല? കോമാളി ചേച്ചി റിമോട്ട് താ. നോ, ചുമ്മാതല്ല, നിന്റെ ബുദ്ധി കടുക സൈസിലായിരിക്കണേ. അവന്റെ ഒരു കുക്കത്ത് കോമാളി. ചേച്ചി ഇറ്റ്സ് സോ ഫണ്ണിയാ. ഫണ്ണി ആവശ്യമില്ല. റിമോട്ട് താ ചേച്ചി, എനിക്ക് കുറച്ച് ലാഫ്സ് വേണം. നോ, ന്യൂസ് കാണ്, കുറച്ച് ലോകവരുണ്ടാക്കും. ലാസ്റ്റ് വാർണിംഗ് ചേച്ചി. ലാസ്റ്റ് വാണിംഗ് ഇല്ല. ഐ വാണ്ട് യു. ചേച്ചി യു നോട്ട് ടേക്കിംഗ് ദിസ് മാറ്റർ സീരിയസ്ലി. പോടാ. ചേച്ചി റിമോട്ട് താ. ഇല്ല. എത്ര പ്രാവശ്യം ഞാൻ ചോദിക്കും? ഇല്ല, തരില്ല. ഇല്ല. Still the remote is with me. जनता कर्फ्यू നല്ല പേര്. ഡൽഹി സ്ട്രീറ്റ്സിന് ജനതയെ ഒഴിവാക്കാൻ പറ്റിയ പ്ലാനാ. ഓൾ ഹെയിൽ ഡെമോക്രസി. जनता द्वारा റിമോട്ട് താ ചേച്ചി. Now you're no longer in this protest area. So let's just chill. കുറെ സമയമായില്ലേ since we just chilled. കൊണ്ടേ പുഴുങ്ങി തിന്ന്. Yes, thank you. എടാ, ബൈ ദ വേ, is there enough? Food? Yes, yes, plenty. അതല്ലടാ പൊട്ട. ഓ, അച്ഛന്റെ ബാറിൽ ഫുള്ളും സ്റ്റഫ്ഡാണ്. അല്ല മോനെ, ഒറ്റ ദിവസത്തിലൊക്കെ അടിച്ചെടുക്കാനുള്ള പ്ലാനാണോ? എന്തായാലും 24th ഞാൻ പോവും. അതിന് മുന്നേ നമുക്കൊരു സിറ്റിംഗ് ഇരിക്കാം. അയ്യോ, ബൈ ദ വേ, നീ എന്നെ കൊണ്ടാക്കി തരില്ലേ എയർപോർട്ടില്? നിന്നോട് ഡ്രോപ്പ് മീ എയർപോർട്ട് 24th. കേട്ടാ? ഹലോ, എന്തൊക്കെയുണ്ട് തടിച്ചി? How are you? ഓ, ഞാൻ ഫോൺ വിളിച്ച അമ്മ എടുക്കേയില്ല, പക്ഷെ നിന്നെ വിളിക്കും. Because I'm her favorite. That's why. Oh, I'm your favorite. Pasta. I only made. ഇവിടെ വേറെ ആരോ ഉണ്ടാക്കുന്നില്ല. അവള് വന്ന് ഫുള്ളും കഴിച്ചു. പ്ലേറ്റ് പോലും കഴുകി വെച്ചിട്ടില്ല. നോണ പറയില്ലട്ടോ. അയായ എന്താ ചെയ്യാമ്മ, ചിൽഡ്രൻ ദീസ് ഡേയ്സ്. തിരിച്ചമ്മ എപ്പോഴാ വരുന്നത്? നോ പറയാമ്മ, ടേക്ക് യുവർ ടൈം, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓൾറൈറ്റ്.
എന്ത് പാട്ടി അമ്മ ഇല്ലാതെ. ഡോണ്ട് വറി, വണ്ടി ഓൺലി. നോ കുഴപ്പമില്ല, വി കൻ മാനേജ്, ഇറ്റ്സ് ഫൈൻ. ഇവിടെ ഫുൾ സ്റ്റോക്ക് അപ്പ് ചെയ്തിട്ടല്ലേ അമ്മ പോയത്. ഹൗസ് അച്ഛൻ, സുമാൻറ്റി, സുമേഷ് അങ്കിൾ ആൻഡ് ഓൾ ഫൈൻ? ഓക്കെ അമ്മ, ടോക്ക് ടു ഹർ. ഓക്കെ ബൈ, ലവ് യു ബൈ. ഹലോ. അമ്മ 24th. പിന്നെ അവൻ ചെറിയ കൊച്ചല്ലേ, അവന് മാനേജ് ഒക്കെ ചെയ്യാൻ പറ്റും. അമ്മ നമുക്ക് അടുത്ത മാസം കാണാലോ. റോക്കിയോ? അതാര്? എന്ത് കളിയാ ഇതൊക്കെ? ആരാണമ്മ? അല്ല അമ്മ 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 ഹോളിഡേക്കിനല്ലേ പോയത്? അല്ലെന്നെങ്കിൽ കല്യാണം ആലോചിക്കാനല്ലേ പോയത്? അമ്മ ഒരു 100 തവണ ഞാൻ പറഞ്ഞതിനു എനിക്ക് താല്പര്യമില്ലാന്ന് കല്യാണത്തിന്. അമ്മ, എനിക്ക് സമയമാകുമ്പോ ഞാൻ തന്നെ ഒരാളെ കണ്ടുപിടിച്ചോളാം. അമ്മ, ഇവിടെ ഒരു പാൻഡമിക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആൾക്കാരും മരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മേന്റെ ഒരു ഹലോ ഹലോ. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പോലും എൻ്റെ അമ്മയ്ക്ക് അറിയില്ല. പക്ഷെ ഞാൻ കല്യാണം കഴിക്കണം. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാലോ? വിശേഷമൊന്നും ആയില്ലേ? ഇനിയിപ്പോൾ ഒരു കുട്ടിയായാലോ? ഒരു കുട്ടി മതിയോ? ഒന്നും കൂടെ വേണ്ടേ? എല്ലാം കഴിയുമ്പോൾ നീ ഇനിയിപ്പോൾ എന്തിനാ പണിക്ക് പോന്നേ? കുറച്ചു കാലം കഴിയുമ്പോൾ എൻ്റെ പണി കുക്കിങ്, ക്ലീനിങ്, പിന്നെ കെട്ടിനെ ഹാപ്പി ആക്കുക. അത്ര തന്നെ. എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ. പാട്ട് പാടുന്നുണ്ടല്ലേ തെണ്ടി. ഹലോ. Hello. Hello. ഹായ്. Hi, who's this? Where's Arjun? അർജുൻ. അർജുൻ കുളിക്കുകയാണല്ലോ. Who's this? ഓ, ഞാനോ? ഞാൻ ശീതൾ. Sheetal. ബാംഗ്ലൂർ. അർജുന്റെ ഗേൾ ഫ്രണ്ട്. അർജുൻ പറഞ്ഞിട്ടില്ലേ? Illa. ഹീസ് എ നോട്ടി, യു നോ. ഇതാരാണ്? Sara. Arjun പറഞ്ഞിട്ടില്ലേ? ഇല്ല. How do you even know him? How did you meet? ഞങ്ങളോ? ഞങ്ങള് ടിൻഡറിലാ പഠിച്ചപ്പോ. Tinder. What? ഇപ്പൊ 2 years ആയി. നാളെ ഞങ്ങളുടെ ഹലോ ഹലോ വെച്ച അമ്മ എന്താ പറഞ്ഞ? സെയിം ഓൾഡ്. അമ്മ റോക്കിനെ പറ്റിയൊന്നും പറഞ്ഞില്ലേ? നീ റോക്കിന്റെ കാര്യം വിട്. നീ ആദ്യം സാറമോളുടെ കാര്യം നോക്ക്. ചേച്ചി എന്താ ചെയ്തേ? ഒന്നെ Have fun, da. Put in, take care. The number you are calling is either switched off or not reachable. Good morning. കോഫി വേണോടാ? എടാ, നിന്നോടാ കോഫി വേണോന്ന്. Here's your coffee. അല്ല, നീ ബ്രഷ് ചെയ്തിരുന്നോടാ? പല്ലും തേക്കത്തില്ല. അതെ, ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ആൻഡ് എഗ്സ്. ഓക്കെ. ഹലോ, നിന്നോടാ ചോദിക്കണേ. ബ്രെഡ് ആൻഡ് എഗ്സ് ഓക്കെ അല്ലേ? ഐ എം നോട്ട് ടേക്കിംഗ് ഓർഡേഴ്സ് ആഫ്റ്റർ. ചേച്ചി, ഇന്നലല്ലേ ഞാനൊരു സ്ട്രേഞ്ച് ഡ്രീം കണ്ടായിരുന്നു. അതില് ഞാനും അമ്മയും അച്ഛനും നീയും ഉണ്ടായിരുന്നു. നമ്മളൊരു മോമോസിന്റെ കട നടത്തായിരുന്നു. പക്ഷെ അത് പൂട്ടിപ്പോയി.
നിനക്കറിയാം എന്താന്ന്? ചേച്ചി, നിനക്ക് അറിയാം എന്താന്ന്? എന്താ? നമ്മളുടെ അച്ഛല്ലേ, മഹാ കഞ്ചൂസ്. നല്ല വെയിറ്റേഴ്സിനെ ഹയർ ചെയ്തില്ല. ഡ്രീംസിലും അച്ഛനും മഹാ കഞ്ചൂസ്. പാവ അച്ഛൻ. He can't hear you sucking up to my mouth. നീയും അമ്മയും കൂടെ ഇങ്ങനെ അച്ഛനെ കളിയാക്കിക്കൊണ്ടിരുന്നോട്ടോ. അമ്മയാണെങ്കിൽ ചക്കര മുത്തെ പാല്. ചേച്ചിക്ക് കാര്യം അറിയാം, എനിക്കും തടിച്ചിക്ക് ഒരു കോസ്മിക് കണക്ഷൻ ഉണ്ട്. Alexa, play Mohammed Rafi songs. Playing Mohammed Rafi songs. Alexa, play Doja Cat. Playing Doja Cat on Amazon Music. Alexa, stop. Play Mohammed Rafi songs. Playing Mohammed Alexa, Rafi songs. play There's Nothing Holding Me Back by Shawn Mendes. Playing Shawn Mendes Nothing Holding Me Back Alexa, on stop. Amazon Music. ഈ രാവിലെ തന്നെ നിന്റെ ആന്റി മ്യൂസിക് വെച്ചിട്ട് അലക്സിനെ ചീത്താക്കല്ലേ പ്ലീസ്. വലിയ എനിക്ക് റഫി മ്യൂസിക് ഒന്നും രാവിലെ ഇഷ്ടമില്ല. I want some dinky chicken to kickstart my day. Alexa, play Rafi songs. പിന്നെ Alexa, stop. Alexa, play Kuduku from Love Action Drama. അലമ്പ്. ഇതൊക്കെയാണ് കേൾക്കേണ്ടത്. So sick. എടാ ഐ ലൈക്ക്, പക്ഷെ റഫി ഈസ് ഓൾവേസ് റഫി. നിനക്ക് എപ്പോഴും എന്തിനാ നിന്റെ ഈ ഗോൾഡൻ ഓൾഡീസ് വെച്ചിട്ട് നിന്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ ഇഷ്ടം? പ്ലീസ്, നിനക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്ക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മ്യൂസിക് ഷുഡ് സ്പീക്ക് ടു ഇമോഷൻസ് ഇൻസൈഡ് യുവർ ഹെഡ്. എവറി ബീറ്റ് ഹാസ് ടു ലൈറ്റൻ യു അപ്പ് ഫ്രം ഇൻസൈഡ്. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? കൈകി ബെസ്റ്റ്. തുടങ്ങിയല്ലോ അല്ലേ രാവിലത്തെ പോയിട്രി ക്ലാസ്. മ്യൂസിക് ഷുഡ് മേക്ക് യു ഫീൽ അലൈവ്. അഗ്രീഡ്. എനിക്ക് റഫീനെ ഇഷ്ടമാണ്. അല്ല, ആർക്കാ ഇഷ്ടമല്ലാത്തത്? പക്ഷെ എനിക്ക് അങ്ങനെ അല്ല എൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ ഇഷ്ടം. ഫോർ യുവർ ഇൻഫർമേഷൻ, ഇവൻ അമ്മുമ്മ ലവ്സ് കുടുക്കു. അതുമാത്രമല്ല, അച്ഛൻ ഹാസ് 31 versions of that Despacito song. 31 versions. Can you imagine? Your അച്ഛൻ only. ഇവനെ കൊണ്ട് ചേച്ചി വരുന്നില്ലേ നീ? പോടാ. मेरा भारत महान, सारे जहां से अच्छा हिंदुस्तान हमारा. നമ്മളെ ഫ്രണ്ട് ലൈൻ അങ്കിൾസ് നാട്ടിലെ താക്കിയുടെ നിനക്ക് ഇങ്ങനെ തന്നെ നോട്ടാ. സൂപ്പർ. എടാ, നിന്റെ ഫേവറേറ്റ് സീൻ ഏതാ ഡാർക്ക് നൈറ്റിലെ? എന്റെ മോളെ, അതിലൊരു സീനില്ലേ, ആ ബ്രൂസ് ആ പിറ്റീന്ന് കയറി വരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ബീജം, ഒരു രക്ഷയില്ല കേട്ടോ. രോമാഞ്ചിഫിക്കേഷൻ വരും. There is a reason why the prison is the worst hell on earth. Yeah, hope. Hope, ഭാഗ്യം. ഞാൻ കാരണം നിനക്ക് കുറച്ചെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് സിനിമനെ പറ്റി. എടാ, നിനക്ക് വേറൊരു സീൻ അറിയോ അതില്? അതിലെല്ലാരും കൂടെ ആ പിറ്റിനുള്ളില് എല്ലാരും കൂടെ ബഹളം വെച്ചോണ്ടിരിക്കുമ്പോ ഒരുത്തം മാത്രം ഒരു സെക്കൻഡ് ഇങ്ങനെ ക്യാമറയിലേക്ക് നോക്കിക്കും. എന്റെ മോനെ. ആ ചേച്ചി എനിക്കത് കാണിച്ചിട്ടുണ്ട്, ഒരു മെഗാ ബ്ലൂപ്പർ. പക്ഷെ നത്തിങ് കൻ ബീറ്റ് ദാറ്റ് വെന്റി സ്റ്റാർബക്സ് ഇൻ ഗെയിം ഓഫ് ത്രോൺസ്. എടാ, പക്ഷെ അത് ആക്ച്വലി ഒരു ചീപ്പ് പ്രൊമോഷൻ അല്ലായിരുന്നോ? ഓ, എന്തോ ഒരു കാശ് അവരുണ്ടാക്കി കാണൂല്ലേ. ക്യാപിറ്റലിസം സിന്ദാബാദ്. ചേച്ചി ഒരു കാലത്ത് സ്റ്റാർബക്സിന്റെ ഫാൻ ആയിരുന്നില്ലേ? ഒരു ദോശയും കൊടുത്താ. അല്ല, ചേച്ചി എപ്പോഴാ പോണേ? നിനക്ക് എന്റെ സാറമോളെ ഇങ്ങോട്ട് കൊണ്ടുവരാനല്ലേ? ഞാൻ എന്തായാലും ഈ ട്യൂസ്ഡേ പോവും 3 മണിയാവുമ്പോ. നീ എന്നെ കൊണ്ടുവിടൂലേ? അത് ഞാൻ സെറ്റാക്കി തരാം. ആ ശരി, നീ ഒരു ദോശ കൊടുത്താ. ആ പിന്നല്ലേ, പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാൻ മറക്കല്ലേ. നിനക്കെന്തായാലും ആവശ്യം വരും, ക്ലംസി ഫെലോ. അമ്മയ്ക്ക് എന്തായാലേ ഇത്ര പെട്ടെന്നൊന്നും പേരക്കുട്ടികളുടെ ആവശ്യം ഉണ്ടാവില്ല. അല്ല മോനെ, നിന്റെ ഫേവറേറ്റ് അമ്മയ്ക്ക് അറിയോ
നിന്റെ സാറുമോളെ പറ്റി? നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ ചേച്ചി? എന്നോ മുതല്? ഇന്ന് മുതൽ എന്നും എപ്പോഴും. എന്നെ എപ്പോഴും കാണിച്ചിരുന്നു കേട്ടാ. സൂചിപ്പിക്കാൻ വരുന്നവൻ. ചേച്ചി എന്താ വേണ്ടേ? വിസ്കി ഉണ്ട്, വോഡ്ക ഉണ്ട്. എടാ കുറച്ചും കൂടെ ഒച്ചത്തെ പറ, അപ്പുറത്തെ വീട്ടില് ബീനാണ്ടി കേട്ടില്ല. ചേച്ചി കേക്കുന്നില്ല, എന്താ വേണ്ടേ? വേറെന്തുണ്ട്? വിസ്കി, വോഡ്ക, റം. ഓൾമങ് ഉണ്ടോ? ഓൾമങ്ക് ഫുൾ ബോട്ടിൽ ഉണ്ട്. ഓക്കേ കം ഓൺ. ചേച്ചി ഐസ്? ഐസ് വേണ്ടടാ, കൊറോണക്കല്ലേ. ഓയ് ചൈന വൈറസ് എപ്പോഴാ പോവാ? എന്റെ പൊന്നു മോനെ, ചൈന വൈറസ് അല്ല, കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19. സോറി. പിന്നെ നോ മോർ കോക്ക്, ഒൺലി വാട്ടർ. പക്ഷെ ഞാൻ വിചാരിച്ച എപ്പോഴും കോക്കും റമ്മാണെന്ന്. അല്ലടാ, cheers. ചേച്ചി അമ്മയ്ക്ക് അറിയോ ചേച്ചി ഒരു റം എക്സ്പേർട്ട് ആണെന്ന്? ഓ, ചേച്ചി നീ ഇതൊക്കെ എപ്പോ തുടങ്ങി? ഒരു പ്രാവശ്യം ഞാൻ കഞ്ചൂസിന്റെ കാറിൽ നിന്ന് കിട്ടിയപ്പോ അപ്പോഴും എപ്പോഴും. Of course, MCC and its grand tradition. ഹലോ, അവർ ഓൺ സൂപ്പർസ്റ്റ് സീനിയർ അച്ഛൻ ശരിക്കും ഗ്യാങ്സ്റ്റേഴ്സ് ആയിരുന്നു കമ്പയർഡ് ടു us. MCC is an institution and we stand for its tradition. ട്രഡീഷൻ ഞാൻ കണ്ടായിരുന്നു. നിന്റെ ഹെഡ് മാസ്റ്റർ അച്ഛനയച്ച മെയില് കണ്ട കുളത്തിൽ പോയിട്ട് മുള്ളുന്നാണോ ട്രഡീഷൻ? ട്രഡീഷനെ പറ്റി പറയാൻ കുടി ചവലി. சிசிடிவி கேமரா வேற ஒர்க் பண்ணல, டிவி ஒர்க் பண்ணல, செக்ரட்டரி கத்த போறாரு, ஏதாவது ஏற்பாடு பண்ணுப்பா. ശരി സാർ, I've just reached home. Hold on. ഓ നീയാണ്? ഞാൻ കരുതി സ്വിഗ്ഗി ചേട്ടനായിരിക്കുന്നു. എടാ നീ പുള്ളിക്കാരനെ എങ്ങനെ താഴെ എങ്ങനെ കണ്ടായിരുന്നു? സ്വിഗ്ഗിയാ? നിനക്ക് വട്ടാണോ? നീ ഇപ്പൊ എന്തിനാ സ്വിഗ്ഗി ചെയ്യുന്നേ? എയർപോർട്ട് പോണ്ടേ? ബെസ്റ്റ്. ഇതുകൊണ്ടാണ് ഞാൻ ന്യൂസ് ഒക്കെ ഇടയ്ക്ക് ഇരുന്ന് കാണാൻ പറയുന്നത്. 21 ദിവസം ലോക്ക്ഡൌൺ, ഫ്ലൈറ്റ്സ് ഒന്നും ഇല്ല, ബോർഡേഴ്സ് ഒക്കെ ക്ലോസ്ഡ്. 21 days? Hello? Sarah? Yeah. I just heard the news now. From who? Your girlfriend Sheetal, who's there right next to you. Don't lie to me, Arjun. I swear I'm not lying. Why do you need me when she's there? Go feed your stupid pasta Please, and please, take to please, her. no. Goodbye. Hello? ഗുഡ് മോർണിംഗ്. എടാ നീ എന്താ എപ്പോഴും എന്നെ കാണുമ്പോ ഇങ്ങനെ പേടിക്കണേ? ഞാനിതാ പ്രേതോ എപ്പോഴും. அதிதி வெளியே சுத்துற அதிதி, உன் மாஸ்க் எங்க? ஒரு முட்டை தாங்க அக்கா. முட்டையா? எதுக்கு முட்டை? அம்மா தயிர் சாதம் மட்டும்தான் சொன்னாங்க, நான் புல்சாய் போட்டு சாப்பிட்டுக்கிறேன். எனக்கு ஒரு முட்டை கொடுங்க அக்கா ப்ளீஸ். ஓகே, தேங்க் யூ அக்கா. பை.
പകലും ഇരുളുമേ രാത്രിയോ ലൂപ്പായി കറങ്ങുമേ നട്ടപ്പാതിര പോലും ചുറ്റും ബോറടി മാത്രം നേരം കാലം ഇനിയും തെളിയുമോ ഫോണിലോ ഗെയിമും ഗ്രാമവും സ്ക്രോളിയാൽ സിനിമാ ഗാനവും ഇവിടെ നമ്മുടെ ലൈഫ് ഇങ്ങനെ തീരുമോ നേരം കാലം ഇനിയും തെളിയുമോ നേരം കാലം ഇനിയും തെളിയുമോ എന്താവുന്നു Arjun, I'm getting on a Zoom call, okay? Hi, morning. Hi, good morning. Morning. We are waiting for Rahul to join us. Oh. Hi, Divya. How's it going? All good? Yeah, one day at a time. Can't complain. You? Don't ask. My maid's just not been coming, and my kids, they're driving me up the wall. Oh. Tell me about it. Me and my husband were just wondering why having a third one is a good idea. Oh, congratulations, Meghna. Ooh, a pandemic baby. That's brave. If you'd asked, I'd have just given you my second one. It's just I don't know how to keep them occupied. Oh, you're so lucky, Divya. Just stay away from this domestic madness. Hey, before I forget, Meghna, I have to share the backlog invoices for the last 2 months. Okay. Can you please get Rahul to sign off? Okay. Hi, Rahul. How are you doing? All good? Yeah, I'm getting there. Working on my reading list with a drink now and then. Trying to get by, you know. It's a strange time for Aditi to get stuck on a holiday, man. So many back orders and stuff. Which is why a digital game needs to be up right now. Let's focus on that. Absolutely. Completely agree. I want an immediate stop to all other mediums. Let's focus here. The newsletter, right? Right. So, this is Divya. She is the lead designer who worked on the layout. I figured it would just be better for you guys to liaise directly. Hello, Rahul. Nice to meet you. It's not bad design, but the colors, you know. Could we see more options like, can we look at both warm and cool tones? Like, you know what I'm talking about, right? Absolutely. We can do that. Warm and cool? Yeah, and the font. I want to look at this option, Papyrus 72 points. Also, Meghna, I've written a note, an editorial I'd like to be placed above Aditi's inside column. And these photographs. Can we do cutouts? This is looking too white with such large empty spaces. But Rahul, the minimalist trend is very in right now. Plus, it cuts clutter and makes reading the text easier. And the photos in their natural element are very editorial, so they evoke an emotion in the reader, isn't it? Rahul, I get what you're trying to say. We can incorporate your exact thoughts and ideas. Let's put our heads together. Give us some time. We'll work out some things and get back to you soon. Okay. How old are you, Divya? Just want to get an idea of your experience. I am 25, 27. There's a long curve ahead then, huh? Okay. So, if that's that, we'll get the changes made and we'll get back to you in a day or two. Arjun! What are you doing here? You Zoom? Whatever, get lost! You can see the pandemic is driving everybody up the wall. We'll wait for the revisions by tonight then. Thanks, Satya. Thank you, Divya. Bye. I can't believe you, Arjun!
നീ ഒറ്റ ഒരാള് കാരണമാണ് ഞാൻ ഇപ്പോഴും പിടിച്ചേക്കുന്നത്. You make me forget all the madness around. Just people, society, life, love, feelings. ഇത് ഓരോന്ന് എന്നെ തകർക്കാൻ നോക്കുമ്പോഴും you are the only person that never falls for it. അതാണ് ഞാനെങ്ങനെ നിൽക്കണം, ഇരിക്കണം, ചിരിക്കണം, സംസാരിക്കണം, ഇതെല്ലാം ഇവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഞാൻ എന്തോടെ താക്കോൽ കളിപ്പാട്ടോ? നിന്നെ കൊണ്ടൊന്നും പറ്റില്ലടി. നോ നോ ദിവ്യ, don't give up. Don't give up. പിന്നെ എത്ര മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ കഴിയാത്ത കുത്തുവാക്കുകളും. മൈൻഡ് ചെയ്യേണ്ടതിരിക്കും ആ സമയത്ത്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോ എന്നെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കും ആ ഒരു വാക്കും. പക്ഷെ എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും? എത്ര പ്രശ്നങ്ങളാ ഇപ്പൊ എനിക്കിവിടെ ഈ വൈൻ ബോട്ടിൽ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും? നന്ദി വേണം. എനിക്ക് നന്ദിയുണ്ട്, നിനക്കുണ്ടാ? അറ്റ്ലീസ്റ്റ് യു ആർ സർവൈവിംഗ്, യു ആർ ബ്ലെസ്ഡ്. ബി ഹാപ്പി വിത്ത് ദാറ്റ്. നിനക്കൊന്നും പറയാനില്ല. എന്തൊരു സൈലൻസാ. ഈ ലോകത്ത് ഇത്ര ഒച്ചപ്പാടും വേദനകളും ഉണ്ടായിട്ടും എന്തൊരു സൈലൻസ്. നിനക്കൊന്നും പറയാനില്ല? എന്തേ നോക്കുന്നത്? Do you know how it feels? Para? How does it feel? It feels blue sometimes, but mostly black. Like a moonless night. Please help me. നീ എന്നെ ഹെൽപ്പ് ചെയ്യില്ലേ? പറ. ചെയ്യില്ലേ? ഹെൽപ്പ്. ചെകുത്താനും അതിന്റെ ചിന്തകൾക്കും ഇനി ഇവിടെ ഒരു സ്ഥാനമില്ലെന്ന് ഒന്ന് പറയൂ പ്ലീസ്. ഞാൻ ഒത്തിരി ടയർഡാണ്, ഒത്തിരി ടയർഡ്. ഏതാ പാട്ട് മനസ്സിലായോ? ക്ലാസിക് യേശുദാസിന്റെയാ. ഹൗ ആർ യു ബോത്ത്? ഡൽഹിയിൽ നിന്ന് എപ്പോഴാ വന്നേ? ലാസ്റ്റ് വീക്ക്. ശരി അങ്കിൾ, ബൈ. ഡൽഹിയിലെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്?
PMO നല്ല ജോലിയാണല്ലേ അവിടെ ചെയ്യുന്നത്? ചേച്ചിക്ക് പൊളിറ്റിക്സിൽ അത്ര താല്പര്യമില്ല. ഓ ഗുഡ് ഗുഡ്. ഐ ആം ഹാപ്പി ടു ഹിയർ ദാറ്റ് യു ആർ നോട്ട് വൺ ഓഫ് ദോസ് ഫെമിനിസ്റ്റ് ഗേൾസ്. രാധികേനെ ഓർമ്മയുണ്ടോ? എന്റെ നീസ്. അവൾക്കിപ്പോ പെൺകുട്ടികളോടാണ് വളരെ ഇഷ്ടം. അവളുടെ ഭർത്താവിനെ അവൾ ഡിവോഴ്സ് ചെയ്തു. മുടിയെല്ലാം ചെറുതായി ക്രോപ്പ് ചെയ്ത് ഒരു പിങ്ക് കളർ. ഇപ്പോ ഏതോ ഡൈവിംഗ് സ്കൂൾ നടത്തുക അത്രേ അന്തമാനില്ലേ. അവളുടെ ഭാര്യയുടെ കൂടെ. അടിപൊളി. ഈ ഫെമിനിസ്റ്റ് പെൺകുട്ടികളുടെ ഒരു വിചാരേ. ഞാനൊരു ഹാർഡ് കോർ ഫെമിനിസ്റ്റ് ആണ്. ചേച്ചിക്ക് വൈഫ് മാത്രമില്ലാന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. അങ്കിൾക്കറിയാൻ നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ബൈ അങ്കിൾ. എന്നതാൻ നടക്കും നടക്കട്ടുമേ. ഒരു മൈൻഡിലാക്കി വാറ് ലോക്ക്ഡൗൺ ഒന്ന് തീര് ലോകം വന്ന് ചേര് ആകെ സീന് മടുപ്പീറുടീന് എടുക്കാം സീന് എല്ലാം നല്ല ക്ലീന്. നെറ്റ്ഫ്ലിക്സ് പ്രൈമിൽ മൂവി കണ്ടത് വീണ്ടും കാണുക. സീരീസ് എല്ലാം മുഴുവൻ തീർത്തതാ. വൈഫൈ സ്ലോ ആയാൽ ഭൂമി കറക്കം നിർത്തിയ പോലെയാ. ബ്രെയിനെ ലോഡിംഗ് സ്ക്രീനായി മാറുക. ബ്രെയിനെ ലോഡിംഗ് സ്ക്രീനായി മാറുക. புஷ்பா எப்படி வந்தீங்க? லாக்டவுன் இல்லையா? கீழே டாக்டர்மா இருக்காங்களா, அவங்க வீட்டுல 3 வாரமா நான் வந்து செஞ்சுட்டு தானே இருக்கேன். அப்ப சரி, நீங்க நாளைக்கு இங்கே வந்துருங்க. நான் அம்மா கிட்ட சொல்றேன். சரி, கேட்டு வை. நான் வந்துறேன் நாளைக்கு. கதை போட்டு. What are you doing? സാറാ, ഞാൻ ചുമ്മാ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. നീ നിന്റെ സാറമ്മോട് സംസാരിച്ചോണ്ടിരുന്നു. ചേച്ചി വന്നു. ഞാൻ ശല്യപ്പെടുത്തൊന്നുമില്ല. ശരി, ബൈ. ഞാൻ എന്റെ റാൻഡം ചായ മേക്കിംഗ് സെഷനിലേക്ക് പോവാ. ചേച്ചി, ഇതെന്താ ഈ റാൻഡം ചായ മേക്കിംഗ് ഓർ ഫിൽമിംഗ് എവറി ഡേ? എടാ, സംടൈംസ് ഐ ഫീൽ ബോർഡ് വെൻ ഐ ആം ഇൻ ദിസ് ഹൗസ്. ഇതൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ ഔട്ട്സൈഡ് വേൾഡ് ആയിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, നല്ലൊരു ചായ കുടിച്ചാ പകുതി പ്രശ്നങ്ങൾ സോൾവ് ആവും. നമ്മുടെ മൈൻഡും സൂത്തണം. അതൊക്കെ കഴിഞ്ഞ് അപ്ലോഡും കൂടെ ചെയ്ത ആൾക്കാർ കാണുമ്പോഴോ അവരുടെ മൈൻഡും സൂത്തണം. മനസ്സിലായോ? ചായ വേണോ? Why not? Yes. Thank you. എടേ, സ്മോക്ക് ചെയ്യാൻ പോവാം. വാ. പോവാം. ഒറ്റ മിനിറ്റ്. പുഷ്പ, വാങ്ക. என்ன பாப்பா செய்யட்டும்? ഇപ്പൊ പറയാവേ. അർജുൻ, അർജുൻ, എന്താ? എടാ, നിന്റെ റൂം ക്ലീൻ ചെയ്യണോ? വേണ്ട, നാളെ ചെയ്യാം. வீடு கீழே க்ளீன் பண்ணுங்க. அப்புறம் பிளேட்ஸ் வாஷ் பண்ணுங்க. சரி சரி, நான் பாத்துக்கிறேன். நீ போ. നമ്മൾ ഇന്നലെയും കുടിച്ചില്ലടാ. ഇന്നും കുടിക്കാം. ഇതല്ലാണ്ട് നിന്റെ കയ്യിലൊന്നും ഇല്ലേ? ലൈക്ക് 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 ക്ലിയർ ആയിട്ട് പറ, തമാശ ചെയ്യല്ലേ. ലൈക്ക് ഉണ്ടല്ലേ? തോന്നലും മാറി വലയുമേ, തോന്നും പോൽ നീറിഞ്ഞെരിയുമേ. രാവിലെ വെറുതെ ഫൈറ്റ്, വൈകിട്ടെല്ലാം റൈറ്റ്. നേരം കാലം ഇനിയും തെളിയുമോ? പോകുവാൻ വേറെ ഇടമില്ല, കാണുവാൻ ആരും വരുകില്ല. ഇവിടെ നമ്മുടെ ലൈഫ് ഇങ്ങനെ തീരുമോ?
ലോക്ക്ഡൗൺ ഒന്ന് തീര്, ലോകം വന്നു ചേര്, ആകെ സീന്, മടുപ്പി റുട്ടീന്, എടുക്കാം വാക്സീന്, എല്ലാം നല്ല ക്ലീന്. എന്താ அக்கா இல்லையா? கொஞ்சம் சாம்பார் கொடுங்கண்ணா. സാമ്പാറാ? എനിക്ക് സാമ്പാറൊന്നുമില്ല. எங்க வீட்ல சாதம் மட்டும் தானா வச்சிருக்காங்க, ப்ளீஸ்ண்ணா. உங்க அம்மா கிட்ட சொல்லு கொஞ்சம் சாம்பார் வேணும்னு. சாதம் மட்டும் தான் வச்சிருக்காங்கண்ணா, ப்ளீஸ்ண்ணா. கொஞ்சம் சாம்பார் கொடுங்கண்ணா. அதிதி, நீ என்ன பண்ற? வா. முட்டை வேணும்? அக்கா அவளுக்கு சாம்பார் வேணும். அக்கா கொஞ்சம் சாம்பார் கொடுங்க. ஓ, இங்க சாம்பார் இல்லையா? ചോക്ലേറ്റ് വേണമാ? ശരി കൊടുങ്ങ. ചേച്ചി, ഞാൻ കടയിലോട്ട് പോണം. എന്തൊക്കെയാ വാങ്ങിക്കണ്ട? മുട്ട വേണം, ബ്രെഡ്, പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങിക്കും, കുറച്ച് പരിപ്പ്. ആരാ നിന്നെ ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന? പരിപ്പ് പിന്നെ എന്തൊക്കെയാ വേണ്ടേ? ചോക്ലേറ്റ്സ് വാങ്ങണം കേട്ടോ, പിന്നെ ഒരു കോഫി പൗഡർ. അതായത് എത്തിക്കല്ലേ? കാശ് എന്റെ പേഴ്സിലുണ്ട്, താഴുണ്ട് കേട്ടോ, വേണമെങ്കിൽ എടുത്തോ. പിന്നെ സിഗരറ്റ് വാങ്ങാൻ മറക്കല്ലേ, കൊറേ വാങ്ങിച്ചു. നോക്കി പോണേ. ആമാ. ദിവ്യ, why you not answering Raghu's calls or messages? എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. I thought you guys were close. Aren't you in a relationship? ഒരു സെക്കൻഡ്, അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സൈഡിൽ അമ്മ പറയുന്നു ഞാൻ രഘു റിലേഷൻഷിപ്പിലാണ്, മറ്റൊരു സൈഡിൽ അമ്മ എനിക്ക് വേണ്ടി കല്യാണത്തിന് ചെക്കനെ കണ്ടുപിടിച്ച് കിടക്കുക. നീ പിന്നെയും തുടങ്ങല്ലേ. I don't want to fight. I only called because he reached out to me worried about you. അല്ലെങ്കിൽ അവൻ മൈൻഡ് ഗെയിംസ് കളിക്കാൻ മിടുക്കനാ. ഇപ്പൊ അമ്മ അവന്റെ വിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക അല്ലേ? ദിവ്യ, നീ ഒരു ചെറിയ കുട്ടിയല്ല. ഇത്ര വയസ്സായിട്ടും നിനക്കൊരു മെച്യൂരിറ്റി ഇല്ലല്ലോ. റിലേഷൻഷിപ്സ് ആയാലും കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവണം, മെന്റൽ സ്ട്രെങ്ത് വേണം. അമ്മയ്ക്ക് മനസ്സിലാവില്ല. എന്നോട് പറ. അമ്മ, രഘു ശരിയല്ല. ആരാ ശരി? യു കാൻ ബി ദ ഓൺലി വൺ ഹൂസ് ഓൾവേസ് റൈറ്റ്. അടിപൊളി. ഇപ്പൊ അമ്മ ശരിക്ക് രഘു സംസാരിക്കുന്നവരെയാ സംസാരിക്കുന്നേ. ഇപ്പൊ നീ എന്നെയും ഇൻസെൻസ്ഡ് എന്ന് പറയുമല്ലേ? ലൈഫില് റിയാലിറ്റി ഫേസ് ചെയ്യാൻ പറ്റില്ലെങ്കില് വേണ്ടാത്ത ട്രബിൾസ് ഒക്കെ ഉണ്ടാവും ദിവ്യ. അമ്മ, എന്റെ രഘുവിന്റെ ഇടയിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ളതല്ലേ, എന്നിട്ടും അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നേ? ദിവ്യ, ലിസൺ ടു മീ. യു നീഡ് ടു ആൻസർ ഓൾ. വിട്ടേക്ക്. ഇനി അവൻ വിളിച്ച അമ്മ ഫോൺ എടുക്കണ്ട. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആരോടും റൂഡാവാൻ എനിക്ക് പറ്റില്ല. അതെ, എന്റെ അടുത്ത് മാത്രം അമ്മയ്ക്ക് റൂഡാവാൻ പറ്റൂലേ? സോറി യാർ, ട്രാഫിക്. അതൊന്നുമില്ല. മാഡം ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. എന്തിനാ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞേ? നിന്നോട് ഞാൻ പറഞ്ഞാണ് 1 hour എനിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന്, എന്നിട്ടും നീ ലേറ്റ് ആണ്. ദിവ്യ, നീ ഇങ്ങനെ ഹറിയല്ലേ? എടാ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിന്റെ ബ്രേക്കിംഗ് ഡിസിഷൻ എനിക്ക് എത്ര ഡിഫിക്കൽട്ട് ആണെന്ന് നിനക്കറിയോ? സ്റ്റോപ്പ് ഇറ്റ് രഘു, തമാശ കളിക്കില്ല നീ. ഈ റിലേഷൻഷിപ്പ് വർക്കാൻ വേണ്ടി നീ ഒരു ഇൻട്രസ്റ്റും കാണിച്ചിട്ടില്ല ഇതുവരെ ആയിട്ടും. അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും നിനക്കൊന്ന് ഓണസ്റ്റ് ആയിക്കൂടെ? What? How can you say that? Okay, നിനക്കൊരു ചായ വേണം? I could really use a cup.
അടിപൊളി. എടാ നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെ കൂളായിട്ട് വിഷയം മാറ്റാൻ പറ്റുന്നത്? ഇറ്റ്സ് ഡാം സ്കേറി. ഓ, അപ്പൊ നിങ്ങൾ മൾട്ടി ടാസ്ക് ചെയ്താൽ ഇറ്റ്സ് കൂൾ. ഞങ്ങൾ ആണുങ്ങൾ ചെയ്താൽ ഞങ്ങൾ എല്ലാവരും മോൺസ്റ്റേഴ്സ്. പ്ലീസ് രഘു, മൾട്ടി ടാസ്കിനെ പറ്റി അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കും. മൾട്ടി ടാസ്കിങ്ങും മറ്റുള്ളവരുടെ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്ന് ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. ആൻഡ് ഐ അസ്യൂം ദാറ്റ് ആസ് എ മാൻ ഇറ്റ്സ് മൈ പ്രിവിലേജ് ടു ഡു സോ, അല്ലേ? നോട്ട് ബാഡ്. അപ്പൊ നിനക്കിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഓയ്, one coffee. You sure you don't want anything? നിനക്ക് ദേഷ്യം വരുമ്പോൾ നീ എന്ത് ക്യൂട്ടാണെന്ന് നിനക്കറിയാം. Don't even. I think I need to go. ഓക്കെ സോറി. എന്താണ് ദിവ്യയുടെ പ്രശ്നം? എടോ, അന്നത്തെ ഇഷ്യൂ നമ്മൾ ഓൾറെഡി ഞാൻ മാപ്പ് പറഞ്ഞല്ലേ. അന്ന് രാത്രി രമ്യയായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. അവള് വർക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് രാത്രി അവിടെ വന്നത്. രഘു, നീ വർക്ക് ഡിസ്കസ് ചെയ്യോ അല്ലെങ്കിൽ നിന്റെ ഫേവറേറ്റ് പൊസിഷൻ ഏതാന്ന് ഡിസ്കസ് ചെയ്യോ, ഐ ഡോണ്ട് ഈവൻ കെയർ. അതിപ്പോൾ രമ്യ ആയാലും അല്ലെങ്കിൽ നിന്റെ സോ കോൾഡ് ബാല്യകാല സഖി വേദികയായാലും ഐ റിയലി ഡോണ്ട് കെയർ. എൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാതെ എന്നെ ഒരു ഹ്യൂമനായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരുത്തൻ്റെ കൂടെ എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല. എന്ത് ബാഡ് ട്രീറ്റ്മെന്റിനെ പറ്റിയാണ് നീ ഇങ്ങനെ മെന്റലിനെ പോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡോണ്ട് കോൾ മീ മെന്റൽ ആൻഡ് ഡോണ്ട് കോൾ മൈ ഫ്രണ്ട്സ് ഓർ ഫാമിലി. നിന്റെ ഈ നുണക്കഥകള് അവർക്കിട്ട് കൊടുക്കുന്നത് മതിയാക്കിക്കൂടെ നിനക്ക്? അതിന്റെ കൂടി മൈൻഡ് ഗെയിം കളിയും. പ്ലീസ്, നിനക്ക് ടയേർഡ് ആവുന്നില്ലേ? നീ അത് ഇത് പറ. ഹൗ ഹാവ് ഐ ട്രീറ്റഡ് യു ബാഡ്ലി? ഐ ഹാവ് സ്പോക്കൺ അബൌട്ട് ദിസ് 100 times already. Don't I take you out? Buy you nice things? നിന്റെ ലൂസർ ഫ്രണ്ട്സിനോട് ഹാങ് ഔട്ട് ചെയ്തിട്ടില്ലേ? നിന്റെയൊക്കെ ബോറിംഗ് പ്ലേസ്, പ്രൊട്ടസ്റ്റ്, ഒന്നിനും കൊള്ളാത്ത ആംചെയർ ആക്ടിവിസം. ശരിക്കും പറഞ്ഞാൽ നിന്റെ ലിസ്റ്റിൽ ഏറ്റവും കൂളായിട്ടുള്ള സംഭവം ഞാനാണ്. എന്നെയാണ് നീ നിന്റെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റാൻ പോകുന്നത്. എന്തായിരിക്കും നിന്റെ അവസ്ഥ? അല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നീ എൻ്റെ ലൈഫിലൊരു മഹാഭാഗ്യമായിട്ടാണോ കാണുന്നത്? എൻ്റെ ഈ സാഡ് ലൈഫിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ ഒരു ഹീറോ ആയിട്ടാണോ നീ കാണുന്നത്? സത്യം പറയട്ടെ രഘു, നീ വന്നതിന് ശേഷമാണ് എൻ്റെ ഈ ലൈഫ് ഇത്ര മോശമായത്. ആ ഡൽഹിയിലേക്ക് ആദ്യമായിട്ട് വന്ന ദിവ്യ നിനക്ക് ഓർമ്മയില്ലേ? ഒരു ഇൻട്രോവേർട്ട്, സീറോ സ്റ്റൈൽ, എപ്പോൾ നോക്കിയാലേ ലൈബ്രറി ചേറി തൂങ്ങിപ്പിടിച്ച് കിടക്കുന്ന ഒരു ഇൻസെക്യൂർ ദിവ്യ നിനക്ക് ഓർമ്മയില്ല? ഞാനല്ലടി നിന്നിപ്പോൾ കാണുന്ന ദിവ്യയാക്കി മാറ്റിയത്. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിലേ നിന്റെ കോൺഫിഡൻസ് ബ്രേക്ക് ചെയ്ത് നിന്നെ പഴയ ദിവ്യയാക്കി മാറ്റാനും പറ്റും. ഞാനാ ചെയ്യണം. പറ ദിവ്യ, നിന്നെ പഴയ ദിവ്യ ആക്കണോ? താങ്ക് യു. എൻ്റെ ഈ ഡിസിഷനിൽ ഒരു തെറ്റുമില്ലെന്ന് കൺഫേം ആക്കി തന്നതിന് താങ്ക് യു. മിടുക്കി, നീ എവിടുന്ന ഈ വർക്ക് പാട്ടൊക്കെ പഠിച്ചേ? ഹലോ, ഞാനൊരു കൂൾ കോളേജിലാണ് പഠിച്ചത്. പണ്ട് എനിക്ക് 10 വയസ്സുള്ളപ്പോൾ അച്ഛനത് പാർട്ടീസിൽ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല കേട്ടോ. പിന്നീടാണ് പിടി കിട്ടിയത്. കത്തിക്കട്ടെ. ഞാൻ ജനിച്ചപ്പോഴേ വളരെ ലേറ്റായി പോയി. അമ്മയും അച്ഛനും ബോറിംഗ് ആയിരുന്നു. നീ ജനിച്ചോണ്ട കത്തിക്ക്.
അവസ്ഥ? ചേച്ചി ഞാൻ ചാവാൻ പോവാ. നിനക്കെന്താന്നും പറ്റാത്ത? എടാ പൊട്ടാ, എന്റെ കപ്പാസിറ്റി വേറെ ലെവലാണ്. നീ വെറും കുട്ടിയാണ്. ചേച്ചി ഇപ്പോഴല്ല സമയം. ഇതെന്റെ ഫസ്റ്റ് ഹാങ് ഓവർ ആണോ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം അമ്മ ഉണ്ടായിരുന്നു. അമ്മ എനിക്ക് കാച്ച മോരുണ്ടാക്കി തന്നു. ചേച്ചി നീ ഒന്നുണ്ടാക്കി തരുമോ പ്ലീസ്? കാച്ചിയ മോരോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. പറ്റുമെങ്കിലും ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു ഡോള് കഴിക്കും. ഓക്കെ ചേച്ചി പ്ലീസ്, എനിക്ക് കാച്ച മോര് വേണം പ്ലീസ്. അമ്മയുടെ ഒന്ന് വിളിച്ച് ചോദിക്കാം. പറ്റുന്നില്ല. രാവിലെ തന്നെ ചേച്ചി പ്ലീസ് പോടും. ഞാൻ ജന്മത്ത് കുടിക്കില്ല. ഞാൻ ജന്മത്ത് കുടിക്കില്ല. Cheers. ഇന്നലെ എന്തൊക്കെയായിരുന്നു ഒരാള്. തലയില് കെട്ട്, കാച്ചിയ മോര്, അത് കഴിഞ്ഞപ്പോ ഒരു കിണ്ണം കാച്ചി ഡയലോഗ്. ഞാനിത് ജന്മത്ത് കല്ലുടിക്കില്ല. ചേച്ചി ഒരു ക്ലാസിക് ഹാങ് ഓവർ ലൈൻ അല്ലേ? ഹാങ് ഓവർ ഗോൺ, സ്റ്റേറ്റ്മെന്റ് ഓൾസോ ഗോൺ. ഷേ ചേച്ചി, ചേച്ചിന്റെ ബോയ് ഫ്രണ്ട് രഘുവൻ, അവനിപ്പോ എവിടെ ഉണ്ട്? എവിടെയോ. എന്നുവച്ചാ ശരി വിടു. എന്നാ ശരി വിടു. ശരി, ഞാൻ ചോദിക്കുന്നില്ല. എന്നാ ശരി, ഞാൻ ചോദിക്കുന്നില്ല. അല്ല, നിന്റെ സാറമോളിപ്പോ എവിടെയാ? അവളെ എവിടെയുണ്ട്. അവന്റെ മേലീഗോ ഹേർട്ടായില്ലേ? ഓ, നിനക്കില്ലാത്തതുപോലെ. എനിക്കെന്തായാലും മെയിൽ ഈഗോ ഇല്ല. എന്തോടാ എന്തോ? പോടാ. എന്റെ കൈ നോക്ക്, ഭയങ്കര സ്റ്റഡിയാ. എടാ, എനിക്കൊരു ബിയർ എടുത്തോണ്ട് വരുമോ? ഇനിയും വേണം? ആണോ? പ്ലീസ് പ്ലീസ്. ശരി, താങ്ക് യു. വെൽക്കം. എന്താണിത്? ഇതെന്താ ചേച്ചി, വട്ടി വേണോ? ഓയാ, come on yaar, he's a legend. A legend. ഇതെങ്ങനെ നീ കാണുന്നു? ഞാൻ കുക്കുത്ത് കോമഡി കാണുമ്പോ നീ എന്നെ കളിയാക്കുമല്ലേ? പാവം, ഫീൽ ആയില്ലേ നിനക്ക്? റിമോട്ട് താ ചേച്ചി. ഇല്ല. എടാ, ഞാനൊരു കാര്യം പറയട്ടെ. നിന്റെ കാഴ്ചപ്പാടൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. വാച്ച് എവറിത്തിങ്. patriarchal, romance, comedy, action, regional.
ഞാനിപ്പോൾ എന്താ പറഞ്ഞേ? പേട്രിയാർക്കൽന്നാ? പേട്രിയാർക്കലല്ല, പേട്രിയോട്ടിക്കൽ. പേട്രിയാർക്കൽ, പേട്രിയോട്ടിക്കൽ, എൻ്റെ അമ്മ എന്തൊക്കെയാണോ? ആ, ഇതൊക്കെ ഇരുന്ന് കാണ്. മനസ്സിലായ? റിമോട്ട് താ ചേച്ചി. എത്ര പ്രാവശ്യം ഞാൻ ചോദിക്കണം? ചേച്ചി എഴുന്നേക്ക്, അഭിനയം നിർത്ത്. ചേച്ചി എഴുന്നേക്ക്, അഭിനയം മതി. ചേച്ചി എഴുന്നേക്ക്, ഡ്രാമ മതി. ചേച്ചി അഭിനയം മതിയാക്ക്, എഴുന്നേക്ക്. ചേച്ചി എഴുന്നേക്ക്, മതി അഭിനയിച്ച് എഴുന്നേക്ക് ചേച്ചി. നല്ല അഭിനയം, ഓസ്കർ അവിടെ കിട്ടണ്ടിയാണ്. ആരെ ഇപ്പൊ പറ്റു ചേച്ചി? പറ. എന്തൊക്കെയായിരുന്നു കൈയുടെ സ്റ്റഡിനെസ്? ചേച്ചി ഫിറ്റായല്ലേ? ചേച്ചി ഫിറ്റായി. ബിയർ വേണോ? ചേച്ചി ബിയർ വേണം? റിമോട്ട് എടുത്തോ. ചേച്ചി എഴുന്നേക്ക്. ചേച്ചി ഇത് കണ്ട, ഞാനിത് കത്തിക്കും, വീട്ടിന്റെ ഉള്ളില് കത്തിക്കും. ചേച്ചി എഴുന്നേറ്റില്ലെങ്കിൽ ഇവിടെ വെച്ച് കത്തിക്കും. ചേച്ചി ഞാൻ തമാശ അടിക്കല്ല. കണ്ട ചേച്ചി, ഞാൻ എന്താ ചെയ്യുന്നതാണ്ട? എന്ത് രസാണ് ചേച്ചി. നമ്മളിത് ഇനിയും ചെയ്തോണ്ടിരിക്കണം. വീട്ടിന്റെ ഉള്ളിൽ ഇത് ഇവിടെ നല്ല മണം. You should do this more often. ചേച്ചി എനിക്ക് രണ്ടുപേരും ഫിറ്റായിപ്പോ. ചേച്ചി ഫിറ്റായി, ഞാനും ഫിറ്റായി. ശരിയാണോ? I'll see you soon.
ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നാളെ കാണാം. Hello. Hi. Sarah. All good? Sarah വിളിച്ച മോർണിംഗ് ഗുഡ് ഡേ. Why did you call me last night? ഞാൻ വിളിച്ചോ? എപ്പോ? At 3? And you said you'll make me talk to Divya Chechi. When are we even doing that? ശരി, അത് നമുക്ക് ഇന്ന് ചെയ്യാം. Okay. Okay, baby. I'll call you back later. Don't forget. Bye. Bye. ഇനി ജന്മത്ത് കുടിക്കില്ല. ചേച്ചി, ബെസ്റ്റ്. ഫിറ്റായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടില്ലേ? ഗുഡ് മോർണിംഗ്. ചേച്ചി, കോഫി വേണോ? ചേച്ചി, കോഫി വേണ്ടേ? നോ ഓർഡർ ആഫ്റ്റർ, റിമെമ്പർ. ചേച്ചി, 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 யாரு? புஷ்பாப்பா. நீங்க வேண்டாம் அக்கா. உங்க அக்கா என்ன மறக்காம வர சொல்லுச்சு. நேத்துக்குலாம் கூட ரூம் கிளீனே பண்ணல. சரி, ஒரு நிமிஷம். ஒரு நிமிஷம் அக்கா. என்ன
என்னாச்சுப்பா நேற்று பாட்டு கொஞ்சம் ஓவர் ஆயிடுச்சு. நீங்க போங்க. ചേച്ചി എനിക്ക് സന്തോഷമായില്ല. Screwed me over like this. ഞാനിപ്പോ എന്താ ചെയ്യാ? അമ്മനോട് കേട്ടെ. വേണ്ട, എന്നെ കൊല്ലും. ചേച്ചിനെ ഞാൻ കൊന്നാണോ? അല്ല, ഞാൻ ചേച്ചിനെ കൊന്നിട്ടില്ല. ആംബുലൻസ് വിളിക്കട്ടെ? വേണ്ട, പോലീസെ വിളിക്കും. ചേച്ചി ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല ചേച്ചി, അറിയാനിട്ടാ. ചേച്ചി ഇതൊരു ആക്സിഡന്റ് അല്ലേ? ഇതൊരു ആക്സിഡന്റാണ്. ഞാൻ പോലീസിൻ്റെ അടുത്ത് സറണ്ടർ ആവട്ടെ? അല്ലെങ്കിൽ ചേച്ചിക്ക് കോവിഡ് വന്നെന്ന് പറഞ്ഞിട്ട് മരിച്ചതാണെന്ന് പറയട്ടെ? ഞാനാവും ഇന്നത്തെ ഹെഡ്ലൈൻസ്. ചേച്ചിയുടെ കൊന്നു. ഇതൊരു ആക്സിഡന്റ് അല്ലേ ചേച്ചി? ചേച്ചി ഇതൊരു ആക്സിഡന്റ് അല്ലേ ചേച്ചി? ചേച്ചി ഇതൊരു ആക്സിഡന്റ് ആയിരുന്നല്ലോ. நாளைக்கு நான் சொல்லாங்க. சம்பளம் கொடுக்கணுமே. சரி, அப்ப நாளைக்கு வர. எவ்வளோ? அம்மா கோவிட் அது இதுன்னு பிடிச்சிருவாங்களா என்னமோ, நீ கொஞ்சம் கேட்டு பிடிக்காம கொடுக்க சொல்லு. நான் நமக்கு ஃபோன். சரி சரி. என்ன தூங்குது இப்படி? திவ்யா பாப்பா, திவ்யா பாப்பா, எப்படி அடிச்சு பட்ட மாதிரி தூங்குறா பாரு. அக்கா, சம்பளம் வந்துச்சா? நான் துணி மச்சு வச்சுட்டு போறேன். சரி. എന്താ? രണ്ട് ഞാൻ തന്നെയാ. ഒന്നുമില്ലെന്ന് പറ. ഒന്നുമില്ല, ന്യൂസ് பார்த்து ഷോക്ക് അടിച്ചു. ന്യൂസോ? ഓ, അങ്ങനെ ചൊറിയില്ലടാ, മുറിയും. സംസാരിക്കല്ലേ ചേച്ചി, ഒന്നും മിണ്ടാതിരിക്കോ? Scaring me and Pushpa ചേച്ചി also. ഓ ചടാ. Oh shit, what the fuck? റെസ്പോണ്ട് ചെയ്യണ്ട. പക്ഷെ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അവന് സസ്പിഷ്യസ് ആവില്ലേ? He always messages me. ഞാൻ റെസ്പോണ്ട് ചെയ്യാറില്ല. Just respond and ask him to fuck off or just block him. അവനെ ബ്ലോക്ക് ചെയ്താല് അവൻ എന്നെ എഫക്ട് ചെയ്യാനുള്ള ശക്തി ഉണ്ടെന്ന് അവന് തോന്നും. അവൻ അന്ന് ഇന്നും ഒരു ലൂസറാണ്. ഐ ഡോണ്ട് കെയർ ഇഫ് ഹി ടെക്സ്. റെസ്പോണ്ട് ചെയ്യണ്ട. நான் வரேன் தம்பி. அக்கா எழுப்பி சாப்பிட ஏதாவது கொடு. சரி.
മാറ്റ് വേഗം പൊക്ക്. പതുക്കെ. എടാ പ്ലീസ്, ഇറ്റ് ഹേർട്സ്. Doing the best I can. എടാ തലേണ വെച്ചു കൊടുക്കടാ. ഞാനൊന്ന് സുഖമായിട്ട് കിടന്നോട്ടെ. വേഗം. പൊതപ്പെവിടെ? ഇവിടെ. എടാ ഡോറ് തുറക്കടാ. എടാ മാസ്ക് എടുക്ക്. குட் ஆஃப்டர்நூன் சார். குட் ஆஃப்டர்நூன் சார். கோவிட் ஹெல்த் செக்அப் சார். சொல்லுங்க சார். உங்கள் பேர்? அர்ஜுன் மேனன். ஏஜ்? 21. ஃபீவர் இருக்கா? ஒன்றும் இல்லை சார். காஃபு கோல்டு? பர்ஃபெக்ட்லி ஃபைன் சார். மொபைல் நம்பர்? 7034094287. வேறு யாரா இருக்காங்களா? வேற யாரும் இல்லை சார். பாப்பா 2 பேர் இருக்காங்க சொல்லிட்டு போனா? பாப்பாவா? சாரி சார், அக்கா இருக்காங்க. அவங்கள கூப்பிடுங்க. அவளை குளிக்காம போயிடும். அவளை மலையாளி வந்துட்டு குளிக்க. அவங்க பேரு? ദിവ്യ അക്ക. അത് അതിഥി തിരിച്ചു വാ. ചേച്ചിനെ ശല്യപ്പെടുത്തല്ലേ അതിഥി. ഞാൻ അമ്മേന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യുവേ. അതിഥി. ഫുൾ നെയിം അതിഥി? അല്ല സർ, സോറി സർ, അതിഥി അല്ല സർ, ദിവ്യ മേനോൻ. ഏജ്? ഏജ് 27. ഫീവർ കോൾഡ് இருக்கா? சார் ஃபீவர் கோல்ட் காஃபி எல்லாமே அவளை எல்லாருக்கும் கொடுக்கும். പക്ഷെ അവൾക്കൊന്നും ഇല്ല. அதெல்லாம் ஓகே இருக்கா இல்லையா? இல்ல சார், பெர்ஃபெக்ட்லி ஃபைன். ദിവ്യ അക്ക. അക്ക. അക്ക കുളിച്ചിട്ട് இருக்காங்கன்னு சொன்னீங்க, ஆனா அக்கா தூங்கிட்டு இருக்காங்க. ഞാൻ കള്ളം പറഞ്ഞു. എനിക്ക് ചേച്ചിനെ എഴുന്നേപ്പിക്കണ്ടായിരുന്നു. പക്ഷെ നിനക്കെന്ത് വേണം? പ്ലീസ് கொஞ்சம் தயிர் கொடுங்கண்ணா. തൈര് ഇല്ല അതിഥി. പ്ലീസ് கொஞ்சம் தயிர் கொடுங்கண்ணா. ആ ചോക്ലേറ്റ് എടുത്തു. ചോക്ലേറ്റ് വേണമോ? சரி கொடுங்க. താങ്ക് യു. ബൈ അതിഥി. Fuck no. മോനെ അർജുനെ, നീ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഒഴിവാക്കണം. നിന്റെ ജീവിതാഭിലാഷം ഇവിടെ സത്യമാവാൻ പോവാ. നീ കേൾക്കുന്നുണ്ടോ? അയ്യേ, നീ എന്തിനാടാ കരയുന്നേ? ശരിക്കും നോക്കിയാൽ ഞാനല്ലേ കരയണ്ടേ? ഇനി ഞാൻ അമ്മയോടും അച്ഛനോട് എന്ത് പറയും? അത് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാം. നീ വിഷമിക്കാതെ ഒന്ന് ചിരിച്ചേ. How can you say that? നീ മരിച്ചു പോയതെന്ന് ഞാനാണ് കാരണക്കാരൻ. എടാ അതൊരു ആക്സിഡന്റ് ആയിരുന്നു. ഞാൻ മരിച്ചു. നമ്മൾ എത്ര കുടിച്ചു, എത്ര വലിച്ചു. സത്യം പറഞ്ഞ അന്ന് നടന്നു ഒന്നും എനിക്കിപ്പോ ഓർമ്മ തന്നെ ഇല്ല. ആദ്യം നമുക്ക് ഇപ്പൊ ഒരു പ്ലാൻ വേണം. സാഡ് ഫീലിങ്സിന് അതൊക്കെ കഴിഞ്ഞിട്ട് സമയമുണ്ടാവും. മേ ബി ഞാനൊരു നാഗവല്ലിയായിട്ട് നിന്റെ കൂടെ ഉണ്ടാവും. വിടമാട്ടെ. ഇപ്പോഴും അതന്നെയാണ് അവസ്ഥ എന്നല്ലേ നീ ഇപ്പൊ വിചാരിക്കണേ? എടാ, നിനക്ക് ഈ 27 ക്ലബിനെ പറ്റി അറിയോ? സം ഓഫ് ദി ഗ്രേറ്റ് പീപ്പിൾ ഫ്രം ആർട്ട് മരിച്ചതൊക്കെ ഈ 27 വയസ്സിലാ. അവരിന്നും ആൾക്കാർ ഓർക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അവരുടെ സമയം തീരുന്നതിന് മുന്നേ അവർ മരിച്ചോണ്ട്. അവർക്ക് ഒരിക്കലും ആൾക്കാരുടെ മനസ്സിൽ മരിക്കാൻ പറ്റില്ല. അറിയോ നിനക്ക്? ഞാൻ എന്തായാലും അവരുടെ ക്ലബിൽ ജോയിൻ ചെയ്യും. അപ്പൊ എന്താ, അവരുടെ ക്ലബ്ബ് കുറച്ചുകൂടി കൂളാവും. നീ വേണമെങ്കിൽ ജോയിൻ ചെയ്തോ. അയ്യോ, ഓക്കെ, ഞാൻ കുറച്ച് സീരിയസ് ആവണല്ലേ. ആ വാച്ച്മാൻ ഇല്ലേ, ഞാൻ ഇവിടുന്ന് പോണത് അയാൾ കാണണം. എന്നാൽ മാത്രമേ നമുക്കെൻ്റെ ബോഡി സേഫായിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റൂ.
ഓക്കെ? എത്ര കൂളായിട്ടാണ് ചേച്ചി ബോഡി ഡിസ്പോസ് ചെയ്യാനൊക്കെ പറയുന്നത്. ചേച്ചി മരിച്ചു പോകുന്ന ചേച്ചിക്ക് സങ്കടമില്ലേ? എടാ, സംടൈംസ് തിങ്സ് ഹാപ്പൻ ഫോർ എ റീസൺ. യു വെയിറ്റ് ആൻഡ് വാച്ച്. ഐ വിൽ ഹെൽപ്പ് യു ഔട്ട് ഓഫ് ദിസ്. ഞാനല്ലേ നിന്റെ മൂത്ത ചേച്ചി. സോ ദിസ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്ട് യു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ജനിച്ചത്. മനസ്സിലായോ? യു സ്റ്റുപ്പിഡ് ഫെല്ലോ. സമയം എന്തായി? 3 മണി. 3 മണി. ഓക്കെ, ഐ ഹാവ് എ പ്ലാൻ. നിന്റെ ബാക്ക് പാക്ക് കൊണ്ടുപോകും. അതിന്റെ കൂടെ ആ വലിയ ഗാർബേജ് കവർ ഇല്ലേ, അതും എടുത്തു. ഗ്ലൗസ് വേണം, കുറെ ഉപ്പും വേണം. ഇതൊക്കെ നമ്മുടെ സ്റ്റൗവിന്റെ താഴെയുള്ള ഷെൽഫില്ലേ, അതിന്റെ ഉള്ളിലുണ്ട്. പിന്നെ മറ്റേ ആ മൺവാരിയില്ലേ, അതും വേണം. ഇതെല്ലാം കൂടെ നീ ആ ബാഗിന്റെ ഉള്ളിലിട്ടോ. ഒരു ടോർച്ച് ലൈറ്റ്, പിന്നെ ഒരു കത്തി. അത്രേ ഉള്ളൂ. നമുക്ക് റെഡിയാക്കാം. നീ ചിരിക്കടാ. കൃത്യം 11 മണിക്ക് നമുക്കിവിടെ നിന്ന് ഇറങ്ങണം. ആ സമയമാകുമ്പോൾ എല്ലാവരും ഉറങ്ങിക്കാണും. കേട്ടോ? എടാ പൊട്ടത്തരം കാണിക്കല്ലേ, അച്ഛനെ വിളിക്കല്ലേ. ചേച്ചി ചേച്ചി എവിടെയാ? ഇതിനുള്ളിലാണോ? നോ നോ നോ, ഐ ഡോണ്ട് വാണ്ട് ടു ഡൈ അഗൈൻ. Such a beautiful evening to be dead. നീ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കോ? നീ എന്തിനാ എന്നെ അമ്മനെ വിളിക്കാൻ സമ്മതിക്കാത്ത? ആ, നല്ല ബെസ്റ്റ് ആളെ വിളിച്ചു പറയാൻ പോകുന്നത്, അതും അമ്മേനോട്. നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് അമ്മയുടെ ചേട്ടന് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോ? അമ്മയ്ക്ക് ഓൾമോസ്റ്റ് അറ്റാക്ക് വന്ന പോലെ ആയിരുന്നു. എന്നിട്ട് ആ അമ്മേനെ വിളിച്ചിട്ടാണ് നീ ഇതങ്ങ് പറയാൻ പോകുന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അമ്മയുടെ മോളങ്ങ് മരിച്ചു. അതും അമ്മയുടെ പുന്നാര മോനാണ് അമ്മയുടെ മോളെ കൊന്നത്. ഇത് കേട്ട അടുത്ത സെക്കൻഡ് അമ്മ മരിക്കും, നോ ഡൗട്ട്. നിനക്ക് നിന്റെ തടിച്ചിനെയും കൊല്ലണോ? പറ. This is not helping me. ഇത് സ്ട്രെസ് ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ. Okay. 1, we'll figure it out. 2, this is not about you. ഞാനാണ് മരിച്ചത്, റിമെമ്പർ. ഞാൻ ആലോചിക്കുന്നത്, നിനക്ക് ഞാൻ എവിടെയാന്ന് അറിയില്ല എന്ന് അമ്മേനെ അച്ഛനെ അങ്ങ് വിളിച്ചു പറ. നിനക്ക് അമ്മേനെ അറിയാലോ. അമ്മ വിചാരിച്ചോളൂ ഞാൻ എങ്ങോട്ടെങ്കിലും മുങ്ങിക്കളഞ്ഞിട്ടുണ്ടാവുന്നു. പിന്നെ നിനക്ക് എന്നെ കോണ്ടാക്ടേ ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് പറ. നമ്മുടെ ഈ രാജ്യത്ത് എത്രയോ പെൺകുട്ടികളും മിസ്സിംഗ് കേസസ് ആകുന്നു. ഞാനും അതേപോലെ ഒരു സ്റ്റാറ്റിസ്റ്റിക് ആവും. അത് കഴിഞ്ഞ് നീ നിന്റെ സാറമോളെയും കെട്ടി ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോഴേക്കും എല്ലാം പഴയ പോലെ ആവും. പിന്നെ ഞാൻ വെറും ഒരു ഓർമ്മ മാത്രം. ആ, എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കണം. സിം കാർഡ് നീ എവിടെയും ഓടിച്ചോളാം. അത് ആ കൂവമിലോ അല്ല വല്ല കുപ്പത്തൊട്ടിയിലോ കൊണ്ടേക്കളാം. ഓക്കെ? ആർക്കും ഒരിക്കലും ഡൗട്ട് പോലും തിരിച്ചു വിട്ട് പോലും ചെയ്യരുത്, കേട്ടോ? ചേച്ചി മുമ്പ് ഇങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇതിനതിന്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വാച്ച് സം ട്രൂ ക്രൈം ഷോസ്. നിനക്ക് മനസ്സിലാവും എന്തൊക്കെ ചെയ്യണമെന്ന്. അതല്ലാതെ ഈ കണ്ട ഈ കുക്ക് വിത്ത് കോമാളിയൊക്കെ കണ്ടിട്ട് നിനക്ക് എന്ത് ഐഡിയ കിട്ടാനാണ്? ഒരു കോപ്പം കിട്ടത്തില്ല. ആ, മൈൻഡ് ചെയ്യണ്ട. നിനക്ക് ഉറപ്പല്ലേ ഇവ നിന്നെ അന്വേഷിച്ച് വരില്ലെന്ന്? ആ, ആർക്കറിയാം. അവനൊരു സൈക്കോ ആണ്. നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാം. ഇനി ഇൻ കേസ് അവൻ ഇങ്ങോട്ട് വന്നോ, നീ അവനെ തട്ടിക്കളഞ്ഞേക്ക്. പതുക്കെ
ബാഗ് എവിടെ? அண்ணா கேட்டு தராங்க, அக்காவை டிராப் பண்ணணும். அப்படியா? தோ வரேன். தேங்க்ஸ் அண்ணா. ஓகேம்மா. സ്മൂത്ത് ആയിട്ട് പോയില്ലേ ചേച്ചി? പിന്നല്ല. ഓ യു സ്ക്രൂയിങ് വിത്ത് മീ ചേച്ചി. சார் நீங்க உள்ளே உட்காருங்க மேடம். நீ உள்ளே வா. வெளியே வா. கொரோனா டைம்ல எங்க வெளியே சுத்திட்டு இருக்கற? சாரி சார். உன் லைசென்ஸ் எடு. சார் ஐஸ்கிரீம் சாப்பிட போறேன். ஐஸ்கிரீம் சாப்பிடுறதுக்கு அர்த்தராத்திரில எங்கடா போற? உன் லைசென்ஸ் எடு. சார் வாலெட் எடுக்கல. அப்புறம் எப்ப ஐஸ்கிரீம் சாப்பிடுவ? உன் பேர் என்ன? அர்ஜுன். ஃபுல் நேம் சொல்ல மாட்டீங்களா? அர்ஜுன் மேனன். உங்க ஊருக்காரங்க தான் சார் ലൈസൻസ് ഇല്ല. കൊറോണ ടൈത്തിൽ ഐസ്ക്രീം വാങ്ങ പോറേன்னு சொல்லிட்டு வெளியே சுத்தி இருக்கானுங்க. എന്തിനാടാ മലയാളികളുടെ പേര് നാശാക്കണേ? കോവിഡ് ടൈമാണെന്ന് നിനക്കറിയില്ല? സോറി സാർ. എന്ത് സോറി? അതാരാ കാറില്? സിസ്റ്ററാണ് സാർ. ഇങ്ങോട്ട് മാറി നിക്ക്. നീ എവിടെയാടാ താമസിക്കുന്നേ? സാർ ഇവിടെ അടുത്ത് തന്നെ, ക്രിസ്റ്റി ഗാർഡൻസ്. കോൺസ്റ്റബിൾ அந்த பொண்ணை கூப்பிடு. എടാ നമ്മുടെ അങ്കിള് പാലക്കാട് ഈസി എന്ന് പറയടാ. അതുകൊണ്ട് എന്താ കാര്യം? എന്ത്? ഒന്നുമില്ല സാർ. സാർ എന്റെ അങ്കിൾ പാലക്കാട് എസി ആണ്. അതുകൊണ്ട് എടാ പേര് പറയടാ. രാമകൃഷ്ണൻ നായർ. രാമയുടെ ആരായിട്ട് വരും? സാർ എന്റെ അമ്മയുടെ ഫസ്റ്റ് കസിൻ. என்ன சார் இது? அவன் எப்படி உண்மையை சொல்றான்னு எப்படி உங்களுக்கு தெரியும்? ഒരു സെക്കൻഡ്. ഓക്കെ, ഇനി നീ വിട്ടോ. താങ്ക് യു സാർ. താങ്ക് യു സാർ. നമ്മളിപ്പോ എന്താ ചെയ്യാ? എടാ ആ സെക്യൂരിറ്റി ഇപ്പൊ ഞാൻ പോയിന്ന് വിശ്വസിക്കണം. അപ്പൊ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് എന്റെ ബോഡി എടുത്തിട്ട് ബാക്ക് സൈഡില് കവർ ചെയ്തിട്ട് വെക്ക്. ഓക്കെ? പോ. ചേച്ചി ഇപ്പോഴത്തേക്ക് എവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് നാളെ രാവിലെ എവിടെയെങ്കിലും പോയിട്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കാം.
എല്ലാരും ഉറക്കായിരിക്കും, പോലീസുകാരും. The car smells funny, അല്ലേ? എടാ, I like the idea of being scattered in the sea. അതെങ്ങനെയാ നടക്കുക ചേച്ചി? എടാ, ബീച്ചിന്റെ അടുത്ത് ആളനക്കം ഇല്ലാത്ത ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ട്. അവിടെ ആരും അങ്ങനെ പോവാറൊന്നുമില്ല. അപ്പൊ പിന്നെ എന്റെ ആഗ്രഹം പോലെ എനിക്ക് കടലിലെടുത്ത് കിടക്കാലോ. ഞാനൊരു ആംബുലൻസ് വിളിച്ചാ പോരെ? ബെസ്റ്റ്. അവരാദ്യം ഇവിടെ വന്നേനാ പോലീസിനെ വിളിക്കും. അവര് പിന്നെ നിന്റെ ബോഡിയിലുള്ള ആൽക്കഹോളും കഞ്ചാവിന്റെ അളവും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിന്നെ പൊക്കും. പിന്നെ ഞാൻ പറയണ്ടല്ലോ, അവര് നിന്നെ മർഡർ കേസിന് ബുക്ക് ചെയ്യും. എത്ര കാലം നിനക്ക് ജയിലിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന നീ വിചാരിക്കുന്നത്? അവിടെ നിന്റെ അമ്മയോ പുഷ്പ ചേച്ചിയോ അല്ലെങ്കിൽ നിന്റെ ഈ സാറമോളോ ആരും ഉണ്ടാവില്ല നിന്നെ സഹായിക്കാൻ. ഇതെല്ലാം കഴിഞ്ഞിപ്പോ നീ പുറത്തു വന്നു എന്ന് നീ വിചാരിക്കും, അച്ഛൻ നിന്നെ കൊല്ലും. എടാ, നീ ഈ ലോകത്തെ കുറിച്ച് കുറച്ചൊക്കെ വായിച്ച് പഠിക്കണം. ഭാഗ്യത്തിനിപ്പോ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ശരി, നീ ആ ബിൽഡിങ്ങിന്റെ അടുത്ത് എത്തിയ ഉടനെ ഒരു വലിയ കുഴി ഉണ്ടായിരുന്നു. നമ്മുടെ ലാലേട്ടൻ ദൃശ്യത്തിൽ ചെയ്ത പോലെ നല്ല ക്ലീൻ ആയിട്ട് ചെയ്യണം. എന്നിട്ട് ആ കുഴിന്റെ ഉള്ളില് നീ എന്നെ കിടത്തണം. കൊണ്ടുവന്ന സോൾട്ടൊക്കെ വിതറിക്കും. ഗ്ലൗസ് യൂസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ அண்ணா கேட்டு தரங்க, வெளியே போனோம். பா, வண்டிக்கு கேட்ல எதுவும் தரக்கூடாதுன்னு செக்ரட்டரி சொல்லியிருக்காருப்பா. அண்ணா ப்ளீஸ், அண்ணா ப்ளீஸ், வெளியே போனோம் ப்ளீஸ். இல்லப்பா, நைட் ஏதோ போலீஸ்காரங்க வந்தாங்க, செக்ரட்டரி கிட்ட பேசிட்டாங்க. செக்ரட்டரி வந்து ஸ்ட்ரிக்ட்டா சொல்லிட்டாரு, ஏன் பர்மிஷன் இல்லாம எந்த வண்டியும் வெளியே விடாதுன்னு. அண்ணா ப்ளீஸ் அண்ணா, இப்போ எனக்கு வெளியே போனோம். கேட்டு கொஞ்சம் தராங்க ப்ளீஸ். போனா செக்ரட்டரிக்கு போன் பண்ணி தர, பேசுறியா? ஐயோ வேணாம் 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 வேணாம், பரவாயில்ல வேணாம். ഇനിയിപ്പോ എന്താ ചെയ്യാ? ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. എന്നെ ഇത്ര നേരം പുറത്തു വെക്കാൻ പറ്റില്ല. കേൾക്കുന്നുണ്ടോ? എടാ, ഇപ്പൊ ഒരു ചായ കിട്ടിയ നല്ലതായിരിക്കില്ലേ? ചായയോ? ഐഡിയ. നീ എന്റെ ആ ചായ മറ്റേ ചായ മേക്കിംഗ് കിറ്റും എന്റെ ഫോൺ എടുത്തിട്ട് വാ. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. അതാവുമ്പോൾ നിനക്ക് കുറച്ചും കൂടെ ടൈമും കിട്ടും. ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് പിമ്പിൾസ്, ഡാർക്ക് സർക്കിൾസോ? ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ളപ്പോ വന്നില്ലല്ലോ. ശരി, നീ ഇപ്പൊ ബോഡി എങ്ങനെ ഗെറ്റ് റെഡി ചെയ്യാൻ നോക്ക്. ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് ബോഡി. ബോഡി പെയിൻ അല്ല, ബോഡി. എന്നാ ആരാ? അർജുൻ, പോയി തുറക്ക്. അർജുൻ, ഇത് പ്രഭാകരനങ്ങളാ, മാൽ തുറക്ക്. അങ്കിൾ വാട്സ്ആപ്പ്. അല്ല, എന്തു പറ്റി? വാച്ച്മാൻ നിങ്ങൾക്ക് എവിടെയോ പുറത്തു പോകാനുണ്ടെന്ന് പറഞ്ഞു. അത്ര രാവിലെ എവിടെയായിരുന്നു? അല്ല, ദിവ്യ എവിടെ? ചേച്ചി കുളിക്കാണ്. ഡൽഹിയിൽ. ഡൽഹിയിൽ കുളിക്ക്? അല്ല, ഡൽഹിയിൽ പോയായിരുന്നു. കുറച്ചു മുമ്പ് വിളിച്ചപ്പോ കുളിക്കായിരുന്നു.
ഓ പക്ഷേ ഫ്ലൈറ്റ്സ് ഒക്കെ ഡൗൺ അല്ലേ? ആ പക്ഷെ ട്രെയിൻസും ബസ്സും അവരുടെ ഫ്രണ്ട്സിന്റെ ഒന്നുമില്ല. അവരെ ഫിഗർ ഔട്ട് ചെയ്തു. നോട്ട് ടു വറി. ഓ ഓക്കെ ഓക്കെ. നിനക്ക് പുറത്തു പോകാൻ പെർമിഷൻ വേണോ? എന്തിനാ? അല്ല, വാച്ച്മാൻ പറഞ്ഞു നിനക്ക് 4 മണിക്ക് രാവിലെ എവിടെയോ പുറത്തു പോകണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ വേണമെങ്കിൽ നിന്നെ കൊണ്ടുപോകാം. ഞാൻ ഇവിടുത്തെ സെക്രട്ടറി അല്ലേ. അതിന്റെ ആവശ്യമല്ല അങ്കിൾ. ഞാനിപ്പോ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഓ, അത് കഴിഞ്ഞിട്ട് കുറെ പണിയുണ്ട്. നീ അടിപൊളി ചായ ഉണ്ടാക്കുന്ന എനിക്കറിയാം. എനിക്കൊരു കപ്പെടുക്ക്. കഴിഞ്ഞ 35 കൊല്ലം എന്റെ ഭാര്യയുടെ ചായ കുടിച്ച് നാവെല്ലാം മരവിച്ച് കിടക്ക. ഇന്ന് ഉണ്ടാക്ക് പോ. ശരി അങ്കിൾ. ഉണ്ടാക്കി കൊടുക്കട്ടാ. എടാ മൂടി വെക്ക്. വീടെല്ലാം നല്ല ഭംഗിയായി വെച്ചിട്ടുണ്ടല്ലോ. ദിവ്യമോളുടെ മിടുക്കായിരിക്കും. അതെ, താങ്ക്സ്. ഒരു ഇലക്ക് എക്സ്ട്രാ. അല്ല, ഇതെല്ലാം എന്താ ഫ്രിഡ്ജിലുള്ള സാധനം എല്ലാം എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നത്? ഫ്രിഡ്ജ് ക്ലീനിങ്ങാ? അല്ല, ആ പാല് കേടുവന്ന് കൂട്ടോ പുറത്തെടുത്ത് വെച്ചാൽ? അങ്കിൾ ഇരുന്നോ, ഞാൻ ചെയ്തോളാം. ഓക്കെ ഓക്കെ. ചായ കൊണ്ട് വാടാ. പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി സരസസുന്ദരി മണി അലസമായി ഉറങ്ങിയോ? അർജുൻ, ഇത് എന്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ട്. നിന്റെ കയ്യിലെ മാജിക്കാ. ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എനിക്ക് ദിവ്യമോളെ കുറിച്ച് ഒരു ഡൗട്ട് ഉണ്ട്. എന്ത് ഡൗട്ടാ അങ്കിൾ? അവൾക്ക് ശരിക്കും ഈ ലെസ്ബിയനിസം ടെൻഡൻസി ഉണ്ടോ എന്നൊരു സംശയം. അന്ന് പറഞ്ഞോക്കി പൊട്ട വിശ്വസിച്ചിരിക്കുക. അല്ല, ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. എനിക്കെന്തോ അവൾ ഒരു ലെസ്ബിയനിസം ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊരു തോന്നൽ. നിന്റെ അമ്മയ്ക്ക് എന്ത് സങ്കടാവും? അങ്കിൾ, അമ്മ is pretty chill about all this. Not to worry. പിന്നെ നീ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഇഫ് ഐ വാസ് ഇൻടു ലെസ്ബിയനിസം, അമ്മ ഇപ്പൊ എന്നെ കൊന്നിട്ടുണ്ടോ? ഇങ്ങനെയുള്ള പൊട്ട ക്വസ്റ്റ്യൻസ്. അങ്കിൾ, ചായ കുടിച്ചു. പണിയുണ്ട്. ഒന്ന് പോയി തരൂ. മധുപകരു മലർച്ചൊരി അങ്കിൾ അനുരാഗം മണിയേ വായ കുത്തിക്കിട്ട് നീ മായൊല്ലേ മറയൊല്ലേ. നമുക്ക് പിന്നെയും കാണാം. ചായ കുടിക്കാൻ, അടുത്ത ചായ കുടിക്കാൻ പഴംപൊരിയൊക്കെ ഞാൻ പൊരിച്ചുണ്ടാക്കി കൊണ്ട് തരാം. ശരി അങ്കിൾ. ശരി. ഓക്കെ. വലിയ പോരാ. ശരി അങ്കിൾ, ബൈ. Kitty, you have to summon the super deluxe fast fossil me. എന്ത്? Sounds like one fancy sandwich which I definitely don't want to try. No. സമന്തയുടെ സൂപ്പർ ഡെലക്സില് അവളാ ഡെഡ് ബോഡി ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. പിന്നെ ഫാസ്റ്റ് ഫാസ്റ്റിൽ പറയും ആ ഡെഡ് ബോഡി എടുത്തിട്ട് പീസായിട്ട് കട്ട് ചെയ്ത് കൊള്ളുന്നു. ഇറ്റ്സ് പെർഫെക്റ്റ്. നിനക്ക് അതേപോലെ തന്നെ ചെയ്യാം. എന്നെ പതുക്കെ ഇല്ലാതാക്കി കളയാം. No way. You're a total psycho. Mental. Arjun, I'm only trying to help you out. And don't call me mental. Sorry. Arjun. പക്ഷെ ഞാൻ അമ്മനെ വിളിക്കാമോ?
എടാ She'll tell me please what എടാ. to do. The right thing. Oh shit. നീ ടെൻഷൻ ആവലടാ. അവൻ ഇവിടെ വരാനുള്ള ഒരു ധൈര്യമില്ല. പ്ലസ് ഹൗ വിൽ കം ഇൻ ദിസ് ലോക്ക്ഡൗൺ? നീ റെസ്പോണ്ടേ ചെയ്യണ്ട. അവന് ഞാൻ ബ്രേക്ക് ആവുന്നത് കാണണം. ആ തിരിച്ച മാഡ്നസിലേക്ക് പോകണം. ഇറ്റ്സ് നോട്ട് ഗോണ ഹാപ്പൻ. ഹലോ ഹലോ എന്താടാ അമ്മ അച്ഛാ അമ്മ എവിടെയാ? She's gone to the hospital. Sumesh uncle suddenly had a seizure. Doesn't look good. Divya, where is she? I haven't spoken to her the last couple of days. Give her the phone. ചേച്ചി പോയി. അല്ല ചേച്ചി ബാത്റൂമിലാണ്. Are you drunk or what? Blithering idiot. അച്ഛാ ഞാൻ അവളുടെ അടുത്ത് വിളിക്കാൻ പറയാം. ശരി. എനിക്ക് കുറെ പണിയുണ്ട്. ഇറ്റ്സ് വെരി അർജന്റ്. ഓക്കെ. സുമേഷ് അങ്കിൾ എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞേക്കാം. ഓക്കെ ബൈ. ഓക്കെ ബൈ. എടാ നീ ഒന്ന് ചില്ലേ. നിനക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നീ തന്നെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നേ. ഇതൊരു ആക്സിഡന്റ് ആയിരുന്നു. പിന്നെ എന്തിനാ അച്ഛനെയൊക്കെ പേടിക്കണേ? ചേച്ചി വാ, നമുക്ക് സമയമില്ല. നോക്കി നിൽക്കാതെ ഡോറ് തുറക്ക്. വാങ്ങ. இனிப்ப என்ன செய்யும்? நோக்கு. புஷ்பாக்கா என்ன பண்றீங்க? அஜித் அபி லாக் பண்ணிருக்கேன் ஃப்ரிட்ஜை. க்ளீன் பண்ணலாம்னு நினைச்சேன். இதெல்லாம் எடுத்து வச்சுட்டு எங்க போச்சு திவ்யா பாப்பா? അയ്യടാ പാവം. ഒന്ന് തുറന്നു കൊടുക്കടാ. ക്ലീൻ ചെയ്യട്ടെ. சாரி அக்கா, மைண்ட் வாய்ஸ் ரொம்ப டார்ச்சர் பண்ணுது. சரி நான் பாத்துக்கிறேன். இல்ல 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 நான் இதை பாக்குறேன். நீங்க மேல போயிட்டு க்ளீன் பண்ணிட்டு கிளம்புங்க. சரி போ. ഞാനാണോടാ നിന്നെ ടോർച്ചർ ചെയ്തേ? നീ അല്ലേ എന്നെ ടോർച്ചർ ചെയ്ത് കൊന്നു കളഞ്ഞത്? It's going to get bloody. നീ ടെൻഷൻ ആവല്ലേ? I can't do this. എനിക്ക് പറ്റില്ല. അർജുൻ, I'll call the ambulance. പോലീസ് വരട്ടെ. എനിക്ക് ചെയ്യാൻ പറ്റില്ല. അർജുൻ നീ മണ്ടത്തരം പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലേ? വേണ്ട അർജുൻ. അമ്മനെ വിളിക്കാം. അച്ഛൻ വരട്ടെ. വന്നിട്ട് let him kill me. കൊന്നിട്ട് ഞാനിങ്ങനെ ഇരിക്കും. I can't do this. അപ്പൊ നഷ്ടം ആർക്കാ? ആർക്കും ഇല്ല. ചെയ്യാൻ പറ്റില്ല. Please don't make me. Arjun, I've told you and I'll always be there for you. Don't worry. No. എനിക്ക് പറ്റില്ല. Please don't make me do this. ഞാൻ നിന്നെ വിട്ട് എങ്ങും പോവില്ല. I'm here for you. Please, Arjun, don't cry. കരയില്ലടാ നീ. Just listen to me, please. I can't do this. You have to do this. I can't. Arjun, എന്താണ് നോക്കി നിൽക്കുന്നേ? കുടി. അതെടുത്ത് കുടിക്കി.
ഇനി കുടിക്കേ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ആദ്യം കൈ. ഓക്കെ, ഫസ്റ്റ് കത്തി എടുക്ക്. കത്തി എടുക്ക്. പറ്റും. കൈ ഇങ്ങനെ. ഓക്കെ ഓക്കെ, ഇങ്ങനെ. യു ക്യാൻ ഡു ദിസ്. ഞാനില്ലേ നിന്റെ കൂടെ? സിറ്റ് ഡൗൺ. ഇങ്ങനെ പേടിക്കാതെ ധൈര്യമായിട്ടിരിക്കും. ആ, അതന്നെ. ചേച്ചി പറ്റില്ല, പ്ലീസ്. എടാ, എന്താ നീ കണ്ണ് കാണിച്ചു കൂട്ടുന്നേ? ചേച്ചി പ്ലീസ് ഡോണ്ട് മേക്ക് മീ ഡു ദിസ്. You have to be serious here. ചേച്ചി പ്ലീസ്. Come on. വാ, എടുത്തു കുടിക്ക്. വാ, take a sip. ആ, കുടിക്ക്. Settle. Come on. Okay, focus. The fuck? ചേച്ചി 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 alive. ചേച്ചി alive. ചേച്ചി എഴുന്നേക്ക്. ചേച്ചി ചേച്ചി ഡ്രാമ മതി, അവരെ മതി. എഴുന്നേക്ക്, വേഗം എഴുന്നേക്ക്. ചേച്ചി എഴുന്നേക്ക് പ്ലീസ്. ചേച്ചി ഹലോ ഹലോ ഹലോ, ആംബുലൻസ് ആംബുലൻസ്. Hello. Hi, Amma. All good, all good. How are you? സുമേഷ് അങ്കിൾ എങ്ങനെയുണ്ട്? താങ്ക് ഗോഡ്. അയ്യോ, ഒരു ലോക്ക്ഡൗൺ മാത്രമല്ലേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. I even forgot your own face, Amma. Can you believe it? ഫോട്ടോസ് എല്ലാം അയക്കണേ. ചേച്ചി ഇവിടെ തന്നെ ഉണ്ട്. ഒരു 10 ദോശ കഴിച്ചിട്ടിരിക്കുക. I only made. ശരി അമ്മ, ഞാനിപ്പോൾ വിളിക്കാവേ. ചേച്ചി ഇന്ന് എൻ്റെ ഫോൺ എടുത്തോ, ജസ്റ്റ് കേസ്. മാഗി ഇത് ഇവിടെ ഉണ്ട്. കഴിച്ചു. ബിയർ ഇവിടെ വെക്കുന്നുണ്ട്. പിടിക്ക്. ഇത് മറക്കില്ലേ? വേറെ എന്തെങ്കിലും അത് മടിയിലേക്ക്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ തന്നെ. നാളെയും പകലും ഇരുളുമേ, രാത്രിയോ ലൂപ്പായി കറങ്ങുമേ, നട്ടപ്പാതിര പോലും ചുറ്റും ബോറടി മാത്രം. നേരം കാലം ഇനിയും തെളിയുമോ? ഫോണിലോ ഗെയിമും ഗ്രാമവും, സ്ക്രോളിയാൽ സെയ്മ ഗാനവും. ഇവിടെ നമ്മുടെ
കാലം